എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടില്ല നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാനിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാലിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാലും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഈ ഒരു പാല് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരട്ടെ. പാല് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പാൽ അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു തിളച്ച് വരുന്ന പാലിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. മിക്സ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ഈ ഒരു പൊടി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ട് മാറും ആ ഒരു പാലിൽ കിടന്നിട്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു പാലും നമ്മുടെ പൊടിയും കൂടി എല്ലാം നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പൊടിക്ക് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെയ്ക്ക് പകരമായിട്ട് ഓപ്ഷനിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ നെയ്യ് ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പതുക്കെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയെല്ലാം കൂടി കുഴക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു മറ്റൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് ഞാനങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് ഈ ഒരു പൊടി കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നമ്മൾ എത്രത്തോളം ഈ ഒരു സ്നാക്കിൽ ചേർക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലും കൂടി പഞ്ചസാരയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പഞ്ചസാര നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു സ്നാക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാര തരികൾ ചെറുതായിട്ട് അങ്ങോട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര തരികൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഒക്കെ തടവി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് അങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഈ ഒരു പൊടിയെല്ലാം കൂടി കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് മാത്രം എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് വലിപ്പമുള്ള ബോൾസ് ആയി പോകരുത്. കറക്റ്റ് ഇത് ഈ ഒരു അളവിലൊക്കെ എടുത്താൽ മതി. ഒരുപാട് വലിപ്പമുള്ള അളവിലൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് കൂടി വെച്ചിട്ട് ചെയ്തതായതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു അളവിൽ നല്ല ഷേപ്പായിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാ മാവും ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിതെല്ലാം കൂടി അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്ക് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഏറ്റവും ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തതെന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും പറയില്ല കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കുള്ള ആ ഒരു തേങ്ങയും പഞ്ചസാരയൊക്കെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.